ഒരു ഗാങ്സ്റ്റർ കോമഡി എന്ന സബ്ജക്റ്റ് ആയ കാരണം ആവേശം ആ രീതിയിൽ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. ഇതേ സെറ്റപ്പിൽ വന്നിട്ടുള്ള ഒരു ക്രൈം കോമഡി സിനിമയെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. തരുൺ ഭാസ്കറിൻ്റെ ഡയറക്ഷനിൽ പുറത്തു വന്നിട്ടുള്ള ഒരു ക്രൈം കോമഡി സിനിമയാണ് കീടക്കോള. ഒരു ഹോപ്പ്ലെസ് രീതിയിൽ ജീവിച്ചു പോകുന്ന വാസ്തുവിന് കേസും അതിൻ്റെ പേരിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾ കാരണം ലൈഫ് ഈസൻറ്റ് ദാറ്റ് ഈസി. പെട്ടെന്നൊരു ദിവസം ഒരു ജാക്ക് പോട്ട് അടിക്കാനുള്ള ഒരു അവസരം മുന്നിൽ വരുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയിട്ട് വേറെ കുറേ ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളത് വാസ്തു അറിയുന്നില്ല. പിന്നെ കുറേ ത്രില്ലിംഗ് മൊമെൻറ്റ്സ് ഉള്ളൊരു സിനിമയായിട്ടാണ് ഇത് മാറുന്നത്. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഏറെക്കുറെ ഒരു നെൽസൺ സിനിമ കാണുന്ന പോലത്തെ ഒരു ഫീലാണ്. നരേറ്റീവ് പോണ സ്റ്റൈലാണെങ്കിലും ക്യാരക്ടേഴ്സിനെ സെറ്റ് ചെയ്യുന്ന പാറ്റേണൊക്കെ കാണുമ്പോൾ അങ്ങനത്തെ ഒരു വൈബ് ഒക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ സപ്പോസ് ഡോക്ടറിലെ വിനയ് ഗാങ് വേറൊരു ടീമിനെ കൺഫ്രണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനത്തെ ഒക്കെ ഒരു വൈബിൽ സെറ്റ് ചെയ്യുന്നൊരു സിനിമയാണ് ഇത്. ഇതിലെ ഏറ്റവും രസകരമായ പാർട്ട് ഇതിലെ ക്യാരക്ടേഴ്സ് തന്നെയാണ്. കാരണം ഓരോ ഗാങ്ങിൻ്റെ മോട്ടീവും ഇവരെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു ഇതെല്ലാം ഒരൊറ്റ ഫാക്ടർ ബേസ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ എല്ലാ ക്യാരക്ടേഴ്സിനെയും ഒരൊറ്റ സബ്ജക്റ്റിലെ ലിങ്ക് ചെയ്ത് അതിൽ തന്നെ അതുകൊണ്ടുള്ള ഇവരുടെ വ്യത്യസ്തമായ പെർസ്പെക്റ്റീവ്സ് കാണിച്ചു തരുമ്പോൾ അത് നല്ല രീതിയിൽ എനിക്ക് വർക്കായിട്ടുണ്ട്. കീടകോള എന്ന സിനിമ കണ്ടപ്പോൾ എൻ്റെ ഏറ്റവും വലിയ റിഗ്രറ്റ് ഇത് ബിഗ് സ്ക്രീനിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നത് തന്നെയായിരുന്നു. കാരണം പക്ക എൻ്റർടൈൻമെൻറ്റ് വൈബ്സ് ഉള്ളൊരു സിനിമയായിട്ടാണ് കീടകോള എനിക്ക് തോന്നിയത്. ഓരോ ഇവൻ്റ് പറഞ്ഞു വെക്കുമ്പോൾ പോലും അല്ലെങ്കിൽ ഒരു സെഗ്മെൻറ്റ് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നതൊക്കെ അത്രയും എക്സൈറ്റിംഗ് നല്ല ത്രില്ലിംഗ് രീതിയിലാണ്. സോ ഇതൊക്കെ ഒരു ക്രൗഡിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ ഒരു അന്യായ ക്രൗഡ് റിയാക്ഷനൊക്കെ വെച്ച് ഈ സിനിമ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്കതൊരു ഒടുക്കത്തെ സാറ്റിസ്ഫാക്ഷൻ തന്നേനെ. കോമഡിക്ക് വേണ്ടി ഇത്തരം ഡയലോഗ്സ് പ്ലേസ് ചെയ്യുന്നത് പലയിടത്തും നല്ല എഫക്റ്റീവ് രീതിയിൽ വന്നിട്ടുണ്ട്. ഒരു ഭീകര കോൺസെൻട്രേഷൻ പ്രതീക്ഷിക്കുന്ന സമയത്ത് ഡയലോഗ്സ് വഴി അത് അത്രയും ഫണ്ണിയാക്കി മാറ്റുന്നത് തന്നെ ഈ സിനിമയുടെ വൺ ഓഫ് ദി പ്ലസ് പോയിൻറ്റ്സ് ആണ്. എൻ്റർടൈൻമെൻറ്റ് ഗ്യാരണ്ടി ചെയ്ത് അങ്ങനത്തെ ഒരു പാറ്റേണിൽ ഈ സിനിമയെ ക്യാരി ചെയ്ത് പോയിട്ടുണ്ട്. ചില സീൻസൊക്കെ വരുമ്പോൾ എനിക്ക് ചിരി കൂടെ നിർത്താൻ പറ്റിയിരുന്നില്ല. അത്ര ഹിലേരിയസ് രീതിയിൽ ഇതിൻ്റെ ഡയലോഗ്സൊക്കെ വന്നിട്ടുണ്ട്. ചൈതന്യ റാവുക്കാണ് പ്രൊട്ടാഗണിസ്റ്റ് റോള് കൊടുത്തിട്ടുള്ളെങ്കിൽ പോലും ചില സാഹചര്യങ്ങളിൽ ഒരു സപ്പോർട്ടിങ് ക്യാരക്ടർ വരുമ്പോൾ അയാളാണ് ഈ സിനിമയിലെ ഹീറോ എന്ന് തോന്നിപ്പോകും. അങ്ങനത്തെ ഒരു റോളാണ് തരുൺ ഭാസ്കർ ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. നായിഡു എന്ന ക്യാരക്ടർ വരുമ്പോൾ ഒരു മാസ് പരിവേഷം തോന്നിപ്പിക്കുന്ന ഒരു ടൈപ്പിലാണ് അതുള്ളത്. എന്നാൽ ഹ്യൂമർ സൈഡും എല്ലാം ഉണ്ട്. പക്ഷെ ചില സീൻസിലെ തരുൺ ഭാസ്കറിൻ്റെ പ്രസൻസ് കാണുമ്പോൾ ഒടുക്കത്തെ ഗോസ് ബംസ് ആണ്. അങ്ങനത്തെ ഒരു കിഡ്ലൻ ക്യാരക്ടർ ഈ സിനിമയിൽ തരുൺ ഭാസ്കർ ചെയ്തിട്ടുണ്ട്. കീടകോള കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.